അത് അന്നത്തെ ഉദ്യോഗസ്ഥന്മാർ, അത് ഇന്ന ആളുകളെന്നില്ല, ഏതാണ്ട് ഒരു 9 ഉദ്യോഗസ്ഥന്മാർക്കെതിരെയാണ് വിജിലൻസ് അന്വേഷണ റിപ്പോർട്ട് നടപടിക്കായി ശുപാർശ ചെയ്തിട്ടുള്ളത്. അതിൽ മുരാരി ബാബുവിനെതിരെ ഇപ്പോൾ ആൾറെഡി നടപടി എടുത്തു കഴിഞ്ഞു. ബാക്കിയുള്ള ഉദ്യോഗസ്ഥന്മാരുടെ നടപടിക്രമങ്ങൾ 14-ാം തീയതി ബോർഡ് യോഗം കൂടി തീരുമാനിക്കും. സ്വാഭാവികമായിട്ടും വിജിലൻസിൻ്റെ റിപ്പോർട്ട് അങ്ങനെയാണല്ലോ തന്നിരിക്കുന്നത്. അപ്പോൾ അത് നമുക്ക് പരിശോധിച്ചെടുക്കാൻ പറ്റുള്ളൂ. എന്തായാലും എടുക്കും. ഈ ബോർഡിനെതിരെ ആദ്യ ആരോപണമായി വന്ന ഒരാളാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി. പിന്നീട് ഇപ്പം പ്രതിപ്പട്ടികയിൽ ഉൾപ്പെടുന്ന സാഹചര്യമാണ്. പിന്നീട് ആരോപണം ഉന്നയിച്ച ഒരാളാണ് അല്ലെങ്കിൽ ചില വെളിപ്പെടുത്തൽ നടത്തിയാണ് ഈ സ്മാർട്ട് ക്രിയേഷൻ്റെ അഭിഭാഷകൻ. അപ്പോൾ അവരും സംശയത്തിന് നിലയിലായിരിക്കുകയാണ്. ഇപ്പോൾ ഇത്തരം ആരോപണങ്ങൾ ഉന്നയിക്കുന്നവരുടെ സംശയത്തിന് നിലയിലേക്ക് വരുമ്പോൾ ഇവരുടെ ആരോപണങ്ങൾക്ക് സംശയിക്കേണ്ടതായിട്ടുള്ള സാഹചര്യങ്ങളില്ലേ? ഞാൻ പറയുന്നത്, ഇത് നമ്മൾ ഈ ആഗോള അയ്യപ്പ സംഗമത്തിന് മുമ്പ് ഈ രാത്രിയുടെ മറവിൽ ദേവസ്വം ബോർഡ് സ്വർണ്ണക്കൊള്ള നടത്തി എന്നുള്ള രീതിയിലാണ് വാർത്തകൾ വന്നത്. പിന്നെ ഞങ്ങൾ എടുത്തുകൊണ്ട് പോയി ആദ്യം നവീകരിക്കാൻ കൊണ്ടുപോയതിനെ സംബന്ധിച്ചായിരുന്നു ആദ്യം പരാതി വന്നത്. സ്പെഷ്യൽ കമ്മീഷനെ അറിയിക്കാൻ വിട്ടുപോയി എന്നുള്ളത്. അപ്പം തന്നെ കോടതി അതിൽ ഇടപെടുകയും അത് നിർത്തിവരിക്കാൻ പറയുകയും ചെയ്തു. സ്വാഭാവികമായും ദേവസ്വം ബോർഡ് വിജിലൻസ് എസ്.പിയെ അന്വേഷണ ചുമതല ഏൽപ്പിച്ചു. അദ്ദേഹം അത് കൃത്യമായി അന്വേഷിച്ചു. അതിൻ്റെ പ്രൊസീജിയറും മറ്റു കാര്യങ്ങളും ഒക്കെ തന്നെ അന്വേഷിച്ച് കോടതിയിൽ റിപ്പോർട്ട് കൊടുത്തു. ആ റിപ്പോർട്ടിൽ പറയുന്നത് എല്ലാ പ്രൊസീജിയറും പാലിച്ചിട്ടുണ്ട്. പക്ഷെ ഒറ്റ കാര്യം, സ്പെഷ്യൽ കമ്മീഷനെ അറിയിക്കണം എന്നുള്ള കാര്യം അറിയിക്കാൻ താമസിച്ചു പോയി. അതിലൊരു ഖേദപ്രകടനവും ദേവസ്വം സെക്രട്ടറിയുടെ ഭാഗത്ത് നിന്നുണ്ടാവുകയും തുടർന്ന് ആ നടപടിക്രമങ്ങളെല്ലാം ബാക്കിയെല്ലാം കൃത്യമാണ് എന്ന് കോടതിക്ക് ബോധ്യപ്പെടുകയും തുടർന്നും ആ പ്രോസസ്സ് ചെയ്യാൻ അനുമതി നൽകുകയും അത് തുടർന്ന് ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാനുള്ള അനുമതിയും നൽകി കഴിഞ്ഞു. അപ്പോൾ അതവിടെ തീരുകയാണ്. ആ വിവാദം അവിടെ നിന്ന് തീരുകയാണ്. പിന്നെ എപ്പോഴത് തുടങ്ങുന്നത്? ആഗോള അയ്യപ്പ സംഗമത്തിന് ഏതാണ്ട് 4 ദിവസം മുമ്പ്, 3 ദിവസം മുമ്പ് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറയുന്ന വ്യക്തി ഒരു ആരോപണം ഉന്നയിക്കുമ്പോഴാണ്. അദ്ദേഹം പറഞ്ഞു സ്വർണ്ണപ്പീഠം അവിടെ സമർപ്പിച്ചിരുന്നു, 2021 നിന്ന് സമർപ്പിച്ചിരുന്നു. അത് കാണാനുണ്ടോ, അതുണ്ടോ ഇല്ലയോ എന്ന് ചോദിച്ചാണ് ഈ അന്വേഷണം തുടങ്ങുന്നത്, ആരോപണം ഉന്നയിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായും കോടതി വീണ്ടും ഇടപെടുന്നു. വലിയ വാർത്ത വരുന്നു. വലിയ വാർത്ത എന്ന് വെച്ചാൽ ഫ്രണ്ട് ന്യൂസാണ്. അന്നൊക്കെ ഞാൻ ഉൾപ്പെടെയുള്ളവർ സംശയത്തിൻ്റെ നിലയിലാണ്. അപ്പോൾ സ്വാഭാവികമായും കോടതി വീണ്ടും പറയുന്നു, ഞങ്ങളുടെ SP തന്നെ ഏൽപ്പിക്കുന്നു. SP ആ അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ നിലവിലുണ്ടായിരുന്ന ഉദ്യോഗസ്ഥർ ഇതുമായി ബന്ധപ്പെട്ട മുഴുവൻ രേഖകളും ഇപ്പോഴത്തെ ഉദ്യോഗസ്ഥരാണ് കോടതിക്ക് മുന്നിൽ സമർപ്പിക്കുന്നത്. അപ്പോഴാണ് ഈ വ്യത്യാസവും തൂക്ക വ്യത്യാസവും ഒക്കെ പുറത്തു വരുന്നതും ഇതിൻ്റെ വലിയ വിശാലമായ അന്വേഷണത്തിലേക്ക് പോകാൻ കഴിയുന്നതും. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു അന്വേഷണമാണ്, അതിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരം കാര്യങ്ങൾ നടക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായും ആ 2 ദിവസം കഴിഞ്ഞപ്പോൾ ഇദ്ദേഹത്തിൻ്റെ വീട്ടിൽ നിന്ന് തന്നെ കിട്ടുകയാണ്. അങ്ങനൊരു പീഠം അദ്ദേഹത്തിൻ്റെ വീട്ടിൽ നിന്ന് തന്നെ കിട്ടുകയാണ്. അപ്പോൾ അത് മനഃപൂർവ്വം ആ പീഠം വീട്ടിൽ ഒളിപ്പിച്ച് വച്ചിട്ട് ഞങ്ങൾക്കെതിരെ ആരോപണം ഉന്നയിക്കുകയായിരുന്നു. നമ്മുടെ അന്വേഷണ ഉദ്യോഗസ്ഥൻ എന്താ ചെയ്തത്? അദ്ദേഹം ഇവിടെ വന്നു, അദ്ദേഹം റെസിപ്റ്റ് പരിശോധിക്കുന്നു, മഹസർ പരിശോധിക്കുന്നു, പൂർണ്ണമായ ഏതെങ്കിലും സ്റ്റോർ റൂമിൽ, അത് ഇവിടുത്തെ ലോക്കറിലുണ്ടോ, സന്നിധാനത്തെ ലോക്കറിലുണ്ടോ, അല്ലെങ്കിൽ ആറന്മുളത്തെ സ്ട്രോങ് റൂമിലുണ്ടോ ഒക്കെ പരിശോധിച്ചിട്ടും മഹസറും ഇല്ല, റെസിപ്റ്റും ഇല്ല, ഇതും നമുക്ക് കണ്ടെത്താനും കഴിഞ്ഞില്ല. അപ്പോഴാണ് ആര് വിളിക്കുന്നത്? ഇദ്ദേഹത്തിൻ്റെ സഹായി വിളിക്കുന്നത്. ഇങ്ങനൊരു കാര്യമുണ്ട്, എൻ്റെ വീട്ടിലുണ്ടായിരുന്നു, അത് ഞാൻ ഇതാണോ എന്നറിയില്ല, ഈ വാർത്തകളിൽ വരുന്ന ഇതാണോ എന്നറിയില്ല, ഞാനിത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൈവശം ഏൽപ്പിച്ചിട്ടുണ്ട്, ഞങ്ങൾ 2 പേരും കൂടി കൊണ്ട് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സഹോദരിയുടെ വീട്ടിൽ വച്ചിട്ടുണ്ട്. അങ്ങനെ SP പോകുന്നു, കണ്ടെത്തുന്നു. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഇത് കണ്ടെത്തിയിരുന്നില്ലായിരുന്നെങ്കിൽ എന്തായിരുന്നു അവസ്ഥ? ഞങ്ങളൊക്കെ പ്രതിക്കൂട്ടി നിൽക്കില്ലായിരുന്നോ? സ്വർണ്ണക്കള്ളൻ ഈ ആരോപണവും ഏറ്റെടുത്തുകൊണ്ടാണല്ലോ ബഹുമാനായ പ്രതിപക്ഷ നേതാവ് സത്യത്തിൽ സ്വർണ്ണക്കള്ളൻ എന്ന ആക്ഷേപവുമായി വരുന്നത്. സത്യത്തിൽ മറ്റൊരാൾക്കും ഇല്ലാത്തൊരാക്ഷേപമായിരുന്നു. ഇവിടുത്തെ BJP നേതാക്കൾ പോലും അത്ര കണ്ട് ആക്രോശിച്ചില്ല. പക്ഷെ പ്രതിപക്ഷ നേതാവ് ഇത് സ്വർണ്ണക്കള്ളനാണ്, ദേവസ്വം ബോർഡ് അടിച്ചുകൊണ്ട് പോയി, ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അടിച്ചുകൊണ്ട് പോയി എന്ന മട്ടിൽ വാർത്തയുമായി വരുന്നത്. അപ്പോൾ സ്വാഭാവികമായ ഗൂഢാലോചന ഇല്ലേ എന്ന് ഞങ്ങൾ സംശയിക്കുന്നു. പക്ഷേ ഈ സ്വർണം പീഠം സംഭവത്തിന് വരുന്നതിന് തൊട്ട് മുൻപേ തന്നെ ദേവസ്വം വിജിലൻസിനെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്ത് മഹസറിലെ സംശയങ്ങൾ പ്രകാരം 99-ലെ സ്വർണ്ണപ്പാളിയുമായി ബന്ധപ്പെട്ട് അന്വേഷണം ഹൈക്കോടതി തുടങ്ങിയിട്ടുണ്ട്. അതല്ല, എപ്പോഴാണത് ഉണ്ണികൃഷ്ണൻ? അതല്ല, അതിനുശേഷമുള്ള ഞങ്ങളുടെ ഉദ്യോഗസ്ഥർ സ്വാഭാവികമായും ഇതിൻ്റെ ഈ പറയുന്ന രേഖകളെല്ലാം, ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി നേരത്തെ അയച്ചിരുന്ന ചില രേഖകളും അതെല്ലാം ഞങ്ങളുടെ ഉദ്യോഗസ്ഥർ ഇവിടുന്ന് കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് അതൊക്കെ നടക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, എന്തായാലും ഇപ്പോൾ ചോദ്യം ഗൂഢാലോചന ഉണ്ടായിരുന്നു എന്നുള്ളതല്ലേ. ഞാൻ പറയുന്നത് ഗൂഢാലോചന ഉണ്ടായിരുന്നു എന്ന് ഞങ്ങളെ സംശയിച്ചാൽ എന്താ തെറ്റ്? അപ്പോൾ അതിനുശേഷം
വീണ്ടും കാര്യങ്ങളുമായി മുന്നോട്ട് പോകണം. അപ്പം ഞാൻ പറയുന്നത് ഇത് ഭഗവാന്റെ ഒരു സഹായം കൊണ്ടാണ് സത്യത്തിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സഹോദരിയുടെ വീട്ടിൽ നിന്ന് കിട്ടിയത്. ഇല്ലെങ്കിൽ ഞാൻ എന്നേ രാജിവെച്ച് പോകേണ്ടി വന്നേനെ. നിങ്ങൾ നോക്ക്, നിങ്ങൾ വിടുവോ? ഹൈക്കോടതിയുടെ ഏത് അത് ഞങ്ങളതിൻ്റെ ധാർമ്മിക ഉത്തരവാദിത്വം ഒഴിയുന്നില്ലല്ലോ. അന്നത്തെ ദേവസ്വം ബോർഡിൻ്റെ ധാർമ്മിക ഉത്തരവാദിത്വത്തിൽ നിന്നും നമ്മളൊന്നും ഒഴിയുന്നില്ലല്ലോ. സ്വാഭാവികമായും ഉദ്യോഗസ്ഥർ ചെയ്യുമ്പോൾ ഓരോ പ്രവൃത്തിയും അതിൻ്റെ ധാർമ്മിക ഉത്തരവാദിത്വം വന്നുവിടുന്നത് ബോർഡിൻ്റെ ചുമലിലാണ്. അത് ശരിയാണ്. പക്ഷേ എങ്കിൽ പോലും അന്നത്തെ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്ന് അക്ഷന്തവ്യമായ ഒരു അപരാധം ഉണ്ടായിട്ടുണ്ട് എന്ന കാര്യത്തിൽ തർക്കമില്ല. കാരണം ഞാനത് പറയാൻ കാരണം, ഒന്ന് ചെമ്പ് പാളിയിൽ സ്വർണം പൂശിയത്, ഒരു സ്വർണം പൂശിയ ചെമ്പ് സാധനത്തെ ചെമ്പെന്ന് എഴുതി രേഖപ്പെടുത്തി. രണ്ടാമത് 2019 ബോർഡ് തീരുമാനിക്കുന്നത് എന്താ? സത്യത്തിൽ ഇന്നലെ ബോർഡിൻ്റെ ഒരു കാര്യവും കൂടി ഈ റിപ്പോർട്ടിൽ പുറത്തു വന്നിരിക്കുകയാണ്. ബോർഡ് എന്താ തീരുമാനിച്ചത്? ചെമ്പ് സ്വർണം പൂശുന്നതിന് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഉത്തരവാദിത്വത്തിലും പിന്നെ സ്പോൺസർഷിപ്പിലും തിരുവാഭരണം കമ്മീഷണറുടെ മേൽനോട്ടത്തിൽ ശാസ്ത്രവിധി പ്രകാരം എന്നാണ് 2019 ഉത്തരവ്. അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ ജയശ്രീ ഒരു ബോർഡ് തീരുമാനിച്ചാൽ ആ ബോർഡ് തീരുമാനം മറ്റ് എക്സിക്യൂട്ടീവ് ഓഫീസിലേക്കും കമ്മീഷൻ ഓഫീസിലേക്കും കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടത് സെക്രട്ടറിയാണ്. സെക്രട്ടറി കമ്മ്യൂണിക്കേറ്റ് ചെയ്തപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കയ്യിൽ കൈമാറാം എന്നായി മാറി. അതാണ് ഇപ്പോൾ ജയശ്രീയുടെ ഭാഗത്ത് വന്നിരിക്കുന്ന വീഴ്ച. അന്നത്തെ സെക്രട്ടറിയാണ് ജയശ്രീയുടെ ഭാഗത്ത് വന്നിരിക്കുന്ന വീഴ്ച. അതുപോലെ ഓരോ ഉദ്യോഗസ്ഥൻ്റെയും ഈ റിപ്പോർട്ടിൽ ഓരോ ഉദ്യോഗസ്ഥൻ്റെയും വീഴ്ചകൾ അക്കമിട്ട് നിരത്തിയിട്ടുണ്ട്. അങ്ങനെ ഒരു 9 പ്രധാനമായും ഉള്ളത് മുരാരി ബാബു, നമ്മുടെ ജയശ്രീ സെക്രട്ടറി, അന്നത്തെ എക്സിക്യൂട്ടീവ് ഓഫീസർ സുധീഷ്, അന്നത്തെ AO ശ്രീകുമാർ, അന്നത്തെ തിരുവാഭരണ കമ്മീഷണർ. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത് മാധ്യമങ്ങളെ കണ്ട് കാര്യങ്ങൾ വിശദീകരിക്കുകയാണ്. അന്വേഷണം നടക്കട്ടെ എന്നതായിരുന്നു തുടക്കം മുതൽ തന്നെ ശബരിമല സ്വർണ്ണമോഷണ കേസിലെ ദേവസ്വം ബോർഡിന്റെ നിലപാട്. മാത്രമല്ല ഈ കാര്യങ്ങളിൽ ഒന്നും തന്നെ ബോർഡിന് മറച്ചുവെക്കാനുണ്ടായിരുന്നില്ല. ഇപ്പോൾ ദേവസ്വം വിജിലൻസ് നടത്തിയ അന്വേഷണത്തിൽ 9 ജീവനക്കാരുടെ ഉദ്യോഗസ്ഥരുടെ പേര് പറഞ്ഞിട്ടുണ്ട്. അവർക്കെതിരെ നടപടി ഉണ്ടാകും. മുരാരി ബാബുവിൽ മാത്രം നടപടി ഒതുങ്ങില്ല. ഈ വരുന്ന 14-ാം തീയതി ദേവസ്വം ബോർഡിന്റെ യോഗം ചേരാൻ പോകുന്നുണ്ട്. ആ കാര്യത്തിൽ മറ്റ് ജീവനക്കാർക്കെതിരെയുള്ള നടപടി സംബന്ധിച്ച കാര്യങ്ങളിൽ വ്യക്തതയുണ്ടാകും എന്നാണ് PS പ്രശാന്ത് ഇപ്പോൾ മാധ്യമങ്ങളോട് പറഞ്ഞിരിക്കുന്നത്. ഒരാളെയും സംരക്ഷിക്കാനോ വെള്ളപൂശാനോ ബോർഡ് ഉദ്ദേശിക്കുന്നില്ല. ശക്തമായ നടപടിക്രമങ്ങളുമായി ബോർഡ് മുന്നോട്ട് പോകും. മാത്രമല്ല ജീവനക്കാരാണ് ഈ തട്ടിപ്പ് നടത്തിയതെങ്കിൽ, ഉദ്യോഗസ്ഥരാണ് ഈ തട്ടിപ്പ് നടത്തിയെങ്കിൽ അതിന്റെ ധാർമ്മികമായ ഉത്തരവാദിത്വം ദേവസ്വം ബോർഡിനുണ്ട് എന്ന കാര്യം നിഷേധിക്കുന്നില്ല എന്നുകൂടി ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത് ഇപ്പോൾ മാധ്യമങ്ങളെ കണ്ടപ്പോൾ പറഞ്ഞു. മാത്രമല്ല അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം 14-ാം തീയതി ചേരുന്ന ദേവസ്വം ബോർഡിന്റെ യോഗത്തിൽ സുപ്രധാനമായ തീരുമാനങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. 9 ജീവനക്കാരുടെ പേരുകൾ ദേവസ്വം വിജിലൻസിന്റെ റിപ്പോർട്ടിൽ ഉൾപ്പെട്ടിരിക്കുന്ന സാഹചര്യത്തിൽ അവർക്ക് ഓരോരുത്തർക്കെതിരെയും നടപടി ഉണ്ടാകും. മുരാരി ബാബുവിന് മാത്രമാണ് ഇപ്പോൾ സസ്പെൻഷൻ എന്ന നടപടി ഉണ്ടായിട്ടുള്ളത്. അതിൽ മാത്രം ഒതുങ്ങില്ല ദേവസ്വം ബോർഡിന്റെ തുടർ നടപടികൾ എന്നതാണ് PS പ്രശാന്ത് ഇപ്പോൾ മാധ്യമങ്ങളെ കണ്ട് വിശദീകരിച്ചിരിക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.